ദാമ്പത്യ ജീവിതം തകർച്ചയിലെത്തിയ സൈനബ എന്ന യുവതിയുടെ കഥ കഴിഞ്ഞയാഴ്ച ഞങ്ങൾ പറഞ്ഞിരുന്നു. വിദ്യാഭ്യാസത്തിനെന്ന് പറഞ്ഞ് അവളെ കൊണ്ടുപോയ മതനേതാവ് അന്യനാട്ടുകാരനായ ഒരാൾക്ക് അവളെ കല്യാണം കഴിച്ചു കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ ആ ഭർത്താവിന് അവളെ ഉപേക്ഷിക്കണം. പക്ഷേ സൈനബ തനിക്ക് നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസിന് പരാതി നൽകി. ഇപ്പോൾ കല്യാണത്തിന് ഇടനിലക്കാരനായ അധ്യാപകൻ പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പു പറയുന്നു. സൈനബയുടെ ബാപ്പ മരിച്ചതോടെ കുടുംബത്തിന് ആശ്രയമില്ലാതായപ്പോൾ സുഹൈർ ചുങ്കത്തറ എന്ന മുജാഹിദ് നേതാവ് സൈനബയെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനത്തിലേക്ക് വിദ്യാഭ്യാസത്തിനായി കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ അവളെ വിവാഹം ചെയ്യിച്ചു. ആദ്യം ഒരു പ്രായം ചെന്ന അറബിയെ കൊണ്ട് കെട്ടിക്കാനായിരുന്നു ശ്രമം. അവൾ എതിർത്തതുകൊണ്ട് നടന്നില്ല. പിന്നീടാണ് ഗൾഫ് നാട്ടിൽ ജോലി ചെയ്യുന്ന തമിഴ്നാട്ടുകാരനായ ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത്. 5 വർഷത്തെ ദാമ്പത്യത്തിൽ 10-15 ദിവസം മാത്രമേ അവൾ ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞിട്ടുള്ളൂ. നേരത്തെ 2-3 ഭാര്യമാരുള്ള അയാൾക്ക് ഇപ്പോൾ സൈനബയെ വേണ്ട. അതിനാൽ മതിയായ നഷ്ടപരിഹാരം തന്ന് ബന്ധം അവസാനിപ്പിക്കണം എന്നായിരുന്നു അവളുടെയും കുടുംബത്തിന്റെയും ആവശ്യം. അതിനായി അവൾ പോലീസിലും മറ്റും പരാതി കൊടുത്തു. അതുകൊണ്ടാണ് പ്രശ്നം ഒത്തുതീർക്കാൻ തയ്യാറാണെന്ന് സുഹൈർ ചുങ്കത്തറ പറയുന്നത്. വേണമെങ്കിൽ സൈനബയ്ക്ക് മറ്റൊരു വിവാഹവും ഏർപ്പാടാക്കി കൊടുക്കാം. ഈ കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. അവൾ ആവശ്യപ്പെട്ടാൽ, അവളുടെ വീട്ടുകാർ ആവശ്യപ്പെട്ടാൽ ഒരു കോംപ്രമൈസിന് നമുക്ക് തുടക്കം കുറിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു പ്രക്ഷോഭത്തിന്റെ രീതിയിലേക്കും അറസ്റ്റിന്റെ രീതിയിലേക്കുമാണ്, അതുപോലുള്ള കാര്യങ്ങളിലേക്കാണ് അവരുടെ സംസാരത്തിൽ കാണുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അന്വേഷണം വരുന്നു, അതൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതെന്റേതല്ലാത്തൊരു ശാന്തമായ അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച യുവാവുമായി ബന്ധപ്പെട്ട് ഒരു സംഖ്യ, അയാൾക്ക് കഴിയാവുന്ന ഒരു സംഖ്യ, അവൾക്ക് ആശ്വസിക്കാവുന്ന ഒരു സംഖ്യ, ജീവിതം എന്തെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു സംഖ്യ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കാവുന്നതാണ്. പിന്നെ അവൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവളുടെ പുനർവിവാഹത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഈ 2 കാര്യങ്ങളാണ് സാധാരണഗതിയിൽ ചെയ്യാൻ. ഇനി അതല്ല, പഠന ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാവുന്നതാണ്. എല്ലാം ചെയ്യാൻ പറ്റും. കാരണം ഒന്ന്, നമ്മൾ മുഖേന വിവാഹം നടത്തിയൊരു പെൺകുട്ടി, രണ്ടാമത് ഈ സമൂഹത്തിലെ ഒരു പെൺകുട്ടി, മൂന്നാമത് നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചൊരു പെൺകുട്ടി. ആ നിലക്കെല്ലാം സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. സൈനബയുടെ ഭർത്താവ് നേരത്തെ 2 വിവാഹം കഴിച്ചതാണെന്ന കാര്യം അറിയിച്ചിരുന്നുവെന്ന് ചുങ്കത്തറ പറയുന്നു. ബഹുഭാര്യത്വം ഒരു കുറ്റമല്ല. അദ്ദേഹം തന്നെ സ്വന്തം ജീവിതത്തിൽ ബഹുഭാര്യത്വം കൊണ്ടുനടക്കുന്നയാളാണ്. 4 ഭാര്യമാരും 17 മക്കളുമുണ്ട്. 4 ഭാര്യമാരിൽ 3 പേരുമായി എത്തിയാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. 4 ഭാര്യമാരോടും അദ്ദേഹം തുല്യനീതി പുലർത്തുന്നുമുണ്ട്. അത് വെറുമൊരു കാൽക്കുലേറ്ററിന്റെ പണിയേ ഉള്ളൂ. മനസ്സ് റെഡിയായി കഴിഞ്ഞാൽ ഒരു കാൽക്കുലേറ്ററിന്റെ ഒരു കൈയിന്റെ കണക്കാണ്. കിട്ടിയത് ഓഹരി വെക്കുക, ദിവസങ്ങൾ ഓഹരി വെക്കുക, പിന്നെയുള്ളത് പുഞ്ചിരിയും സമ്മാനങ്ങളുമാണ്. അതൊക്കെ ഓഹരി വെക്കാൻ പറ്റുന്ന കാര്യം. പിന്നെ ഒന്ന് മനസ്സുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. ഒന്നാമത്തെ ഭാര്യയാണ് 3 ഭാര്യമാരെയും സെലക്ട് ചെയ്തത്. അതിനുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും അതിന് ഉപദേശങ്ങളും ഒക്കെ നൽകിയത്. അതുകൊണ്ട് ഇതൊരു സാധാരണ ഒരു പുരുഷന്റെ കാമവുമായോ ആസക്തിയുമായോ വികാരവുമായോ ഇതിന് ബന്ധമില്ല. ഇതൊരു ആദർശമാണ്, ഒരാവേശമല്ല, ഒരാവശ്യവുമല്ല. ആവേശവുമല്ല, ആദർശം മാത്രമാണ്. ബഹുഭാര്യത്വം പ്രകൃതിപരമാണെന്ന് ചുങ്കത്തറ തന്റെ പുതിയ പുസ്തകത്തിൽ പറയുന്നു. എന്നാൽ ബഹുഭർത്തൃത്വം പ്രകൃതി വിരുദ്ധമാണ്. പുരുഷന് 3-4 ഇണകൾ ഉണ്ടായാലും അവർക്കെല്ലാം സ്നേഹം കൊടുക്കാനും ലൈംഗികമായി അവരെയെല്ലാം തൃപ്തിപ്പെടുത്താനും കഴിയും. അതുകൊണ്ട് സൈനബയെ പോലുള്ള യുവതികൾ 2-3 കെട്ടിയവരുടെ ഭാര്യമാരാകുന്നതിൽ വിഷമിക്കേണ്ടതില്ല എന്ന് ചുരുക്കം.